അറിയാം. അപ്പോൾ വാതവികാരംസ് ഒരു ബ്രോഡ് ആയിട്ട് കിടക്കുന്ന ഒരു വലിയൊരു ഏരിയയാണ്. അതിനുള്ളിലുള്ള ഒരു സംഭവം മാത്രമാണ് ഈ പക്ഷാഘാതം എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ നമുക്ക് പയ്യെ പയ്യെ ഓരോരോ കാര്യങ്ങൾ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ലൈക്ക് ഇപ്പോൾ ബ്രെയിനിൽ നമുക്ക് മെഡിസിൻസ് കൊടുക്കുന്നതിന് ശിരോവസ്തി കൊടുക്കാൻ പറ്റും, ശിരോധാര കൊടുക്കാൻ പറ്റും. അങ്ങനെ മെഡിസിൻസ് നമുക്കുള്ളിലേക്ക് എത്തിക്കാൻ പറ്റും. ഇപ്പോൾ ഒട്ടുമിക്ക പേഷ്യൻസിനുള്ളൊരു സംശയമാണ്, ലൈക്ക് ഞാൻ അലോപ്പതി മെഡിസിൻസ് കഴിക്കുന്നുണ്ട്, അപ്പം ഞാൻ എങ്ങനെ ആയുർവേദം ചെയ്യും? എനിക്ക് ആയുർവേദത്തിൽ ഇൻറ്റേർണൽ മെഡിസിൻസ് എടുക്കാൻ പറ്റില്ലല്ലോ, അല്ലെങ്കിൽ പറ്റുമോ, എങ്ങനെയാണ് എന്നൊക്കെ. ഇൻറ്റേർണൽ മെഡിസിൻസ് എടുക്കുന്നതിൽ ഒരു പ്രശ്നമില്ല. പക്ഷേ നമുക്ക് ബോത്ത് മെഡിസിൻസ് അലോപ്പതി എടുക്കുന്നതാവട്ടെ ആയുർവേദം എടുക്കുന്നതാവട്ടെ നമുക്കത് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ നമ്മളെ ബോഡിക്ക് അതിനൊരു പവർ ഉണ്ടാവണം. അതാണ് മെയിൻ തിങ്. അത് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അറ്റ്ലീസ്റ്റ് ആ പേഷ്യൻറ്റിന് സ്വന്തമായിട്ട് സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് പറ്റും. അതാണ് നമുക്ക് ആയുർവേദത്തിൽ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് തിങ്. പിന്നെ തുടക്കത്തിലേ അവരെ നടത്തിപ്പിക്കുക അതൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ നമുക്കൊരു ഫോർ എക്സാമ്പിൾ ഒരു കോഴ്സ് ട്രീറ്റ്മെൻറ്റ് നമ്മൾ എടുക്കുക വെച്ചോളൂ, അതെടുത്ത് കഴിഞ്ഞതിന് ശേഷം ആ മറുപത്തി സമയം കഴിയുമ്പോൾ കറക്റ്റായിട്ട് ഒരു റെഗുലർ എക്സസൈസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമുക്ക് ചെയ്ത് കൊണ്ടുവരുമ്പോൾ തന്നെ അവരിൽ ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. അങ്ങനെ കുറച്ച് സമയം എടുത്തായിരുന്നാലും നമുക്ക് പയ്യെ അവരെ പഴയ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റും ഒരു പരിധി വരെ. അറ്റ്ലീസ്റ്റ് മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ തന്നെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാവുന്ന ഒരു കണ്ടീഷനിലേക്ക് നമുക്ക്